ഹലോ ഗായ്സ്, ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ യാഷിൻ്റെ ടോക്സിക് സിനിമേൻ്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. അതിൻ്റെ റിയാക്ഷൻ ആയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. വീഡിയോ നോക്കാം, ട്രെയിലർ കാണാം. ഓക്കെ? ഇനി പറയുന്നതെല്ലാം ഞാൻ കേൾക്കാം. ദേഷ്യം കാണിക്കല്ലേ ഡാഡി. I promise. I promise. അത് യാഷ് കുട്ടീനെ അയക്കില്ല, അത് വേറെ ആളെ അയക്കും. ചിലപ്പോൾ എഡിറ്റിങ്ങിൽ മാറ്റിയതായിരിക്കും. മുഖത്ത് ചായം തേച്ചുകൊണ്ട് ചിലപ്പോൾ നമുക്കുള്ളിലെ ദുഃഖം ഒളിപ്പിക്കാൻ പറ്റും. നമ്മുടെ നശിച്ച തലവരെ മായ്ക്കാൻ ആരെ കൊണ്ടും പറ്റില്ല. ഞാൻ പോവല്ലേ മമ്മ. അയാൾക്ക് എന്നെ കാണുന്നത് പോലും ഇഷ്ടമല്ല. കുട്ടി ഇത് അവൻ്റെ മോനയക്കോ, അവൻ്റെ ഭാര്യ അയക്കും. അത് ചിലപ്പോൾ പിന്നെ മറ്റേ സർക്കസിൻ്റെ മറ്റേ ജോക്കറിൻ്റെ ചായം തേച്ചിട്ടുണ്ട്. എന്റെ ആഗ്രഹം എന്താണെന്നറിയോ രായ? ഈ സിറ്റി മുഴുവനും നീ ഭരിക്കണം. ഇത് ബാഹുബലിന്റെ മാതിരി ഈ രാജ്യം നീ ഭരിക്കണം എന്ന് പറയുന്ന കാര്യമാണല്ലോ നയൻതാര പറയുന്നത്. ഈ സിറ്റി മുഴുവൻ ഭരിക്കണമെന്ന് വന്ന് എന്റെ ഫാമിലിയുടെ മേൽ കൈവച്ചല്ലേ. തന്റെ അവസാന ആഗ്രഹം എന്താ? ഒരുപാടൊന്നുമില്ല. നിന്റെ അനിയനെ കത്തിച്ചിട്ട് ആ ചാരം കൊണ്ടൊരു ലൈനിട്ട് ഒന്ന് പറക്കണം എനിക്ക്. എന്താ നടക്കൂ? അയാളുടെ സ്നേഹം തനിക്ക് മാത്രം സ്വന്തമാണെന്ന് ഓരോ പെൺകുട്ടിയും കരുതി. ഹെയർ സ്റ്റൈല് അടിപൊളിയായിരിക്കണം. ചില മുടി രണ്ട് സൈഡ് എടുത്തിട്ട് ബാക്ക് ഇറക്കിയിട്ടുള്ളത്. ബാക്ക് ഇറക്കിയില്ലല്ലോ. ബാക്ക് കുറച്ച് മുടിയില്ലേ, കഴുത്തിലേക്ക് ഇങ്ങനെ വായി നിൽക്കുന്നില്ലേ? ആണല്ലേ, നോക്കിയില്ല. എന്നാൽ അയാളുടെ ഹൃദയം അതിരുകളില്ലാത്ത ആകാശം പോലെ സ്വതന്ത്രമായിരുന്നു. പെണ്ണിന് അലങ്കാരമാണ് അഴക്. ആ അഴകിനെ ഇങ്ങനെ ആയുധമാക്കിയ എങ്ങനെ അഴക് എത്രയാ മേടിക്കുന്നത്? Who the hell are you? I'm his regular. Who the hell are you? I'm his permanent. Keep your mouth shut! This was supposed to be my fucking fairy tale. നായികമാരൊരു കളിയാണല്ലോ. മനസ്സിലാവുന്നില്ല ആരൊക്കെയാന്നുള്ളത്. നയൻതാരനെ മനസ്സിലായി, ബാക്കിയുള്ള ആരൊക്കെയാന്നുള്ളത് നോക്കട്ടെ. മുണ്ട് മടക്കി കുത്തുന്നുണ്ട്. ഗീതോ മോഹൻദാസ് അയക്കും സംവിധാനം. അതുകൊണ്ട് മലയാളി ആയതുകൊണ്ട് ലാലേട്ടനെ പോലെ മുണ്ട് മടക്കിയിട്ടുള്ളൊരു ഫൈറ്റ് എന്തായാലും ഉണ്ടാവും. സംഭവം റേഞ്ച് അയക്കണം. I was hoping to have a civilized conversation. Do I look civilized to you? Hello, Daddy. ചെറുപ്പത്തില് കാണിച്ചില്ലേ വെടിവെക്കണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ? സീനിൽ കാണിച്ച് ആ മോൻ വലുതായതായിരിക്കും. സമാധാനത്തിലൂടെ ശരിയാക്കാമെങ്കിൽ നൂറ്റാണ്ടുകളായിട്ട് യുദ്ധങ്ങൾ നടത്തിയത് എന്തിനായിരുന്നു? ഈ മലയാളത്തിലേക്ക് വരുന്ന ഡബിങ്ങിൽ എന്തോ ഒരു വിഷയം ഉണ്ടെന്നാണ് തോന്നുന്നത്. ചില മകൻ്റെ ഈ ഡയലോഗിൽ ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഇല്ലേ. ബാക്കി അച്ഛൻ റോള് ചെയ്തത് കുഴപ്പമില്ല, പക്ഷെ മകൻ്റെ ചിലപ്പോൾ ആ സ്പീഡ് ഡയലോഗ് ആയതുകൊണ്ടായിരിക്കാം. You idiot!
ഇതെങ്ങനെ അവസാനിക്കാന്ന് തനിക്ക് തന്നെ അറിയാലോ. It's time. I'm coming! Be ready to battle chaos with chaos. എന്റെ മോശം നിറങ്ങളെല്ലാം മാറിക്കാൻ പറഞ്ഞു. ഞാൻ ജോക്കറല്ല, ബാസ്റ്റേഡാണെന്ന്. ഓരോ തീരുമാനത്തിനും തക്കതായ വില നീ കൊടുത്തേ പറ്റൂ. ഇത് അച്ഛനും മോനും തമ്മിലുള്ള ഒരു ഫൈറ്റ് ആയിരിക്കും ഇത്. മകൻ വലുതായി കഴിഞ്ഞാൽ ഉള്ള രംഗങ്ങളൊക്കെയാണ്, അതായിരിക്കും കഥ എന്നാ തോന്നുന്നത്. ട്രെയിലർ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ട്. ചില യാഷിനോട് കട്ടയ്ക്ക് നിൽക്കണമെന്നുണ്ടെങ്കിൽ നല്ലൊരു വില്ലൻ വേണ്ടേ. അപ്പോൾ യാഷിൻ്റെ ഡബിൾ റോൾ തന്നെ ആകുമ്പോൾ കൈകാര്യമാവുമല്ലോ. I'm sorry, Daddy. I'm sorry. ഇതാണ് ട്രെയിലറും ടീസറും ഒക്കെ അടിപൊളിയാണ്. പടത്തിൻ്റെ 26-ാം തീയതിയാണ് റിലീസ്. 26/8/26. എന്തായാലും ഫസ്റ്റ് ഷോ പോയി കാണണം. പടം എന്താന്നുള്ള എന്ത് വേണം ആയിക്കോട്ടെ, പക്ഷെ യാഷിനെ കാണാം. യാഷിൻ്റെ സ്ക്രീൻ പ്രസൻസ് കൈകാര്യം. അതും ഡബിൾ റോള് രണ്ടും ഡബിൾ ആണ്. അതെ, ചിലപ്പോ ട്രിപ്പിൾ റോൾ ആയിരിക്കാം. കാരണം എന്ന് വെച്ചാല് ഒന്ന് മകന്റെ റോള്, പിന്നെ ഒന്ന് അച്ഛന്റെ റോള് പറഞ്ഞു കഴിഞ്ഞാൽ മുടി KGF ഉള്ള പോലെ മുടിയും താടിയും ഫുൾ ഇറക്കിയിട്ടുള്ളതുണ്ട്. പിന്നെ ഒന്ന് സൈഡ് കട്ട് ചെയ്തിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈൽ ഉള്ളതുണ്ട്. ചിലപ്പോൾ ട്രിപ്പിൾ റോൾ ആയിരിക്കാം. ആയിക്കോട്ടെ, ഇത്രയേ ഉള്ളൂ നമ്മളെ ഈ ചെറിയ വീഡിയോയില്. പടം കണ്ടിട്ട് നമുക്ക് അഭിപ്രായം എന്താന്നുള്ളത് പറയാം. അതെ, 26-ാം തീയതി പറയാം. ഓക്കെ.